അപ്പോൾ ഗൈസ് ഇതുണ്ടാക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടിയും തേങ്ങ ചിരണ്ടിയതും ഇട്ട് അരയ്ക്കണം. അതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. പിന്നെ 12 15 കോവയ്ക്ക വേണം. ആവശ്യത്തിന് മുളകും 1 കൊച്ചുള്ളിയും പിന്നെ അല്പം ഇഞ്ചിയും എടുത്ത് ചതയ്ക്കണം. പിന്നെ ആവശ്യത്തിന് പുളിയും വേണം. അപ്പോൾ ചട്ടി ചൂടാക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അത് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കണം. അപ്പോൾ എണ്ണ ഒഴിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ എണ്ണ എല്ലാത്തോടത്തോടും സ്പ്രെഡ് ആക്കണം. അതായി ഇത് കാണുന്നത്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞ് കുറച്ച് ഉലുവ ഇടണം ഗൈസ്. അപ്പോൾ ഉലുവ എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഉലുവ ഇട്ടിട്ട് അത് ചെറുതായിട്ട് പൊട്ടുമ്പോൾ നമ്മൾ മുമ്പേ ചതയ്ക്കാൻ വെച്ചിരുന്നത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഉലുവ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചതയ്ക്കാൻ വെച്ചിരുന്ന സാധനം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഗൈസ്. ഇനി അതൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം, കരിയാതെ നോക്കണം. അപ്പോൾ ഒരു ഗോൾഡൻ കളറാവണം. ചെറുതായിട്ട് വരണ്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കണം. അത് ഇപ്പോൾ വരും ഗൈസ്. ഇപ്പം മീനില്ലെങ്കിലും മീൻ കറി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഗൈസ് ഇതാ കറി ലീവ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നു. അത് ഇളക്കുവാണ് ഗൈസ്. ഇപ്പോൾ മുമ്പേ അരയ്ക്കാൻ വെച്ചിരുന്ന സാധനം അരയ്ക്കുവാണ്. കുറച്ച് വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ. കുറച്ചെന്ന് വെച്ചാൽ കൂടുതൽ ഇച്ചിരി വെള്ളം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്ന വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോവയ്ക്ക, അത് മറ്റേ താഴത്തെ ഉള്ളിയെല്ലാം വരണ്ട് കഴിഞ്ഞപ്പോൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി ഈ കോവയ്ക്ക ഇട്ട് ഒന്നോടെ വരട്ടിയെടുക്കണം. കോവയ്ക്ക നല്ല രീതിയിൽ സോഫ്റ്റ് ആകും വരെ. പിന്നെ കുറച്ച് ആ സ്പൂണിൻ്റെ തുമ്പത്ത് ഇച്ചിരി മല്ലിപ്പൊടി എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഈ കോവയ്ക്ക ഇട്ടതിന് ശേഷം ഇതുണ്ടാക്കുന്നത് മീൻ ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇതാകുമ്പോൾ ഒന്നോടെ ടേസ്റ്റ് കൂടും ഗൈസ്. അപ്പോൾ ഈ കോവയ്ക്ക ഒന്നോടെ സോഫ്റ്റ് ആവണം ഗൈസ്. അപ്പോൾ അത് അടച്ചു വെക്കുവാണ്. ഓരോ 5 മിനിറ്റും തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് ഇളക്കുവാണ് ഗൈസ്. ഗൈസ് ഇപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം ഫോർ നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ ഇളക്കി കൊടുക്കുവാണ്. ഇളക്കി കഴിഞ്ഞിട്ട് അടച്ചു വെക്കണം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇടുവാണ്. ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പിനൊന്നും കൃത്യ അളവില്ലാതെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇളക്കി കഴിഞ്ഞ് ഇനി അടയ്ക്കുവാണ് ഗൈസ്. ഇപ്പോൾ 5 മിനിറ്റ് ഒന്നോടെ കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ അടച്ചു വെക്കുന്ന എപ്പോഴും എടുക്കുന്നില്ല. അപ്പോൾ അതാണ്ട് നമ്മൾ മുമ്പേ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കുവാണ്. പിന്നെ കുറച്ച് വെള്ളം ആ അരച്ച ജാറിൽ തന്നെ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കണം. കുറച്ച് വെള്ളം, അത് ആ ജാറിൻ്റെ പകുതിയൊന്നും വേണ്ട, ഒരു 15% മാത്രം. അത് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നിങ്ങൾ ഒഴിച്ചോളൂ. അപ്പോൾ
അത് തിളയ്ക്കുന്ന വിഷ്വൽസാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ. അപ്പോൾ അത് തിളച്ച് വരുവാണ്. നമ്മൾ പുളിയൊക്കെ ഇട്ടായിരുന്നു. ആ പുളി ഇടുന്നത് ഞാൻ കാണിച്ചില്ല. പുളി ഇടുമ്പോൾ അതിൻ്റെ പുളിയിൽ കുറച്ച് വെള്ളം കണ്ടില്ലായിരുന്നു. ആ വെള്ളത്തോടെ ചേർത്തൊഴിക്കണം, എന്നാലേ ഒന്നുകൂടെ ടേസ്റ്റ് വരത്തുള്ളൂ ഗൈസ്. പുളി ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇടണ്ടേ. നമ്മൾ ഈ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇളക്കുവാണ്. ഇത് നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് നോക്കണം. അപ്പം ഞാനിത് ടേസ്റ്റ് നോക്കാൻ പോവാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കുവാണ്. നല്ല കറിയാണ്. അപ്പോൾ അത് സൂപ്പർ ടേസ്റ്റായിരുന്നു. ആവശ്യത്തിന് എരിവും ആവശ്യത്തിന് പുളിയും എല്ലാം നിങ്ങളുടെ രീതിയിൽ ചേർക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് കൂടുതലിടാം, പുളി കൂടുതൽ വേണ്ടവർക്ക് പുളി കൂടുതലിടാം, ഉപ്പ് വേണ്ടവർക്ക് ഉപ്പിടാം. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ ഇത്രയും ഫ്ലെയിമിൽ തന്നെ തീ വെക്കണം. സെയിം ഫ്ലെയിമല്ല, ആ ഫ്ലെയിമിൽ. മുമ്പത്തെ ഒരു വിഷ്വൽസാണ് കാണിക്കുന്നത്. എടുത്തപ്പോൾ അതിൻ്റെ ഓർഡർ ഒന്ന് തെറ്റിയായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെ വന്നേ. പുളിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കറി വെന്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇതാണിപ്പോൾ വെന്ത് കഴിഞ്ഞ കറി എടുത്ത് വെച്ചപ്പോൾ ഉള്ള രീതി. സൂപ്പറല്ലേ ഗൈസ്? അപ്പോൾ ഗൈസ് ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ലൈക്കും ചെയ്യണം. താങ്ക് യു.